ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുമായിട്ടാണ്. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും സദ്യയിൽ ഇത് ഉൾക്കൊള്ളിക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു മീഡിയം സൈസുള്ള പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് 1/4 ഭാഗം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പൈനാപ്പിൾ അരിഞ്ഞെടുത്തപ്പോൾ 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ അരച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടെങ്കിൽ 1 അച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ മോരുകറിക്കൊക്കെ അരയ്ക്കുന്നില്ല, അതേമാതിരി തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം കൈ വെക്കാതെ ഒരു 3-4 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചട്ടിയിൽ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇത് ചട്ടിയിലായതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് കുറുകി വരും. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് ചൂട് തണുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ താളിപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ നിങ്ങൾ എല്ലാവരും ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഉൾക്കൊള്ളിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you for watching. Bye bye.